السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ത്വാഹയുടെ 130-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പകുതി വിശദീകരിച്ചത്. അതിൽ നമസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് അതിലുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها. ومن آناء الليل فسبح وأطراف النهار لعلك ترضى. ومن آناء الليل فسبح وأطراف النهار لعلك ترضى. അതിൽ ഓതുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, വിശദീകരിച്ചാണ്. ഫസ്ബിർ എന്നല്ല, ഫസ്ബിർ സുക്കൂന് ശേഷമാണ്, റാവ് സാക്കിനാണ്. ഫസ്ബിർ എന്നാണ്, ഫസ്ബിർ എന്നല്ല. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക. അതുപോലെ തന്നെ ഖബ്ല, ബഅന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല കനപ്പിച്ച് ഉച്ചരിക്കണം. ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബിഹാ. വഖബ്ല, ബഅന് വീണ്ടും സുക്കൂനാണ്. അതുപോലെ തന്നെ വമിൻ ആനാഇൽ ലൈൽ, നൂനു സാക്കിനക്ക് ശേഷം ഹംസാണ്, ഇൽഹാർ ചെയ്യണം. വമിൻ ആനാഇൽ ലൈൽ, ആനാഇൽ ലൈൽ അവിടെ നീട്ടണം. ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നത്, അധികം ഞാനത് പനിച്ച് കിടക്കണോട് നീച്ചു പോകുന്നതാണ്. എന്ന് വെച്ചാൽ ഖുത്ബക്കര് പോയിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച ലീവാകും എന്നുള്ളതുകൊണ്ടാണ്, അടുത്ത ആഴ്ച മുഖാമുഖങ്ങളുണ്ട്, ലീവാകും എന്നുള്ളതുകൊണ്ടാണ് ഈ ആഴ്ച പോകുന്നത്. 2 ആഴ്ച തുടർച്ചയായിട്ട് ലീവാകണ്ട വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ പകുതി ഭാഗം പറഞ്ഞിരുന്നു. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബിഹാ. അത് 2 നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സാധാരണ 5 നമസ്കാരം ഖുർആനില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയോടെയാണ്. അതിലൊന്ന്, ഇപ്പം നമ്മൾ സാധാരണ ഒരു ചിത്രം വരക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഇത് പകലാണ്, ഇത് രാത്രിയാണെന്ന് കൂട്ടുക. അപ്പോൾ പകലിന് തന്നെ പകലിൻ്റെ പകുതി ഉണ്ട്, രാത്രിയുടെ പകുതി ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബിഹാ. അപ്പോൾ പകല് തുടങ്ങുന്നത് തുലൂഉ ശംസാണ്. തുലൂഉ ശംസിലൂടെയാണ്, പിന്നെ സൂര്യോദയത്തോടുകൂടിയാണ് സാധാരണ പകല് തുടങ്ങുക. ഇവിടെ രാത്രിയായിരിക്കും. അപ്പോൾ രാത്രിയുടെ ഈ അറ്റം ആണ് ശരിക്കും ഖബ്ല തുലൂഇ ശംസ് വരിക. അപ്പോൾ ഇവിടെയാണ് സൂറത്തുൽ ഫജ്ർ വരിക. പകല് തുടങ്ങുന്നതിന്റെ മുമ്പ് നീ അള്ളാഹുവിനെ സ്തുതിക്കണം, അതായത് സുബഹി നമസ്കാരമാണ് ഉദ്ദേശം.
പിന്നെ പറഞ്ഞു വഖബ്ല ഖുറൂബിഹ, പിന്നെ പകൽ അവസാനിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം. അതേതാണ്? സ്വലാത്തുൽ മഗ്രിബോ? ആരിസ്കാരം നമ്മൾ ഖുറൂബിന് മുമ്പ് സ്കരിച്ച്. സ്വലാത്തുൽ അസർ. സ്വലാത്തുൽ അസർ. അപ്പൊ രണ്ട് സ്കാരായി, ഫജ്റുമായി അസുറായി. കൺഫ്യൂഷൻ തീർന്നോ? മനസ്സിലല്ലോ. അപ്പൊ ഖബ്ല തുലൂഇ ശംസ്, തുലൂഇ ശംസിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഫജ്റാൻ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ സൂര്യോദയം ശരിക്കും ഫജ്ർ സാദിഖ്, ഫജ്റുൽ കാദിബ് ഉണ്ട്. പിന്നെ സൂര്യോദയത്തിന്റെ ശരിക്കുള്ള തുടങ്ങുന്ന സമയത്താണ് ശരിക്ക് ബാങ്ക് കൊടുക്കുന്നത്. പിന്നെ അത് പൂർണ്ണമാകുന്ന സമയമാണ് സൂര്യോദയം എന്ന് പറഞ്ഞത്. അപ്പൊ സ്വലാത്തുൽ ഫജ്റായി, സ്വലാത്തുൽ അസുറായി. ഈ രണ്ട് നിസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ രണ്ട് നമസ്കാരങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ രണ്ട് നിസ്കാരത്തെ സംബന്ധിച്ച് ഒരുപാട് ഫളായിലുകൾ പറഞ്ഞിട്ടുണ്ട്. 2-3 ഹദീസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അബ്ദുല്ലാഹിനു അൽ ബജലി റളിയല്ലാഹു അൻഹു പറയാൻ, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദറ ഇലൽ ഖമരി ലൈലത്തുൽ ബദ്രി. ലൈലത്തുൽ ബദർ, ബദർ എന്ന് പറഞ്ഞാ 14 ചന്ദ്രനാണ് ബദർ എന്ന് പറയുന്നത്, പൂർണ്ണ ചന്ദ്രൻ. മറ്റേത് ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഗ്രഹത്തിനെ പറയാം. ഖമർ എന്ന് പറഞ്ഞാൽ അശംസു വൽ ഖമർ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ. ബദർ എന്ന് പറഞ്ഞാൽ 14 ചന്ദ്രൻ. ആ 14 പൗർണമി രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഞങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പള്ളിയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂന ഹാദൽ ഖമർ. ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സൗഭാഗ്യം ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമപ്പെടുത്തിയത് ചന്ദ്രനോടാണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നമ്മുടെ മുകൾ ഭാഗത്താണല്ലോ, അല്ലേ? ചന്ദ്രൻ എങ്ങനെയാ നമ്മളുമായിട്ട് എങ്ങനെയാ ചന്ദ്രന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? നമ്മുടെ മുകൾ ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മുകൾ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുക? കാണുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുളാമൂന ഫി റുയതിഹി, നിങ്ങൾക്ക് ആ കാഴ്ചയിൽ ഒരു പ്രയാസം ഉണ്ടാവുക. ഇപ്പൊ ചന്ദ്രൻ കാണാൻ വല്ല ഇടങ്ങാറുണ്ടോ? കാരണം ഒരു മേഘമില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പൊ അതുപോലെ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ പറയാൻ, فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعلوا. അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രണ്ട് നമസ്കാരങ്ങളും നിങ്ങൾ അതിജയിക്കാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ നമസ്കാരം സുബഹിയും അസറും, പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളുള്ള സുബഹിയും അസറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സ്വലാത്ത്, അഫ്ളലുസ് സ്വലാത്ത്, ഏറ്റവും അഫ്ളലായ നിസ്കാരം ഏതാണ്? സ്വലാത്തുൽ ഫജ്ർ ഫി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിലുള്ള സ്വലാത്തുൽ ഫജ്ർ ആണ് അഫ്ളലുസ് സ്വലാത്ത്, ഏറ്റവും പുണ്യമുള്ള നിസ്കാരം. അത് ഉദറില്ലാതെ രോഗമോ അല്ലെങ്കിൽ രാത്രിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൽ സ്വാഭാവികമായിട്ട് ചിലപ്പം നഷ്ടപ്പെട്ടേക്കാം, അതിന് ഉദറുണ്ട്. അല്ലാത്തത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല നമുക്ക്. സ്വലാത്തുൽ ഫജ്ർ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രണ്ട് നമസ്കാരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി. ഏതായത്ത്? നമ്മൾ പഠിക്കണ ആയത്തുണ്ടല്ലോ, അസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാരായണം ചെയ്തു. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ലൻ യൽജൻ നാർ അഹദുൻ സ്വല്ല ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. സുബഹിയും അസുറും നമസ്കരിച്ച ഒരാൾ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അതിനർത്ഥം ബാക്കിയുള്ള നമസ്കരിച്ച കിട്ടൂല എന്നല്ല, നേരെ മറിച്ച്
അതിൻ്റെ ഒരു പുണ്യം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കാരണം ഈ രണ്ട് നമസ്കാരവും പൊതുവെ ആളുകൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉറക്കേണ്ട സമയമാണ്, അസർ നിസ്കാരവും ഒരു ഉറക്കേണ്ട സമയത്താണ് അല്ലേ. വെള്ളിയാഴ്ചക്ക് പ്രത്യേകിച്ചും നല്ല ബിരിയാണിയോ അല്ലെങ്കിൽ സമുദായത്തിന്റെ ചിഹ്നമായ പോത്തിറച്ചെടുത്ത് ചിലപ്പോൾ കടന്നുറങ്ങിയാൽ അസർ നിസ്കാരത്തിൽ നിന്നും ചിലപ്പോൾ എണീക്കാൻ കുറച്ച് പ്രയാസം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഈ നിസ്കാരത്തിന് രണ്ട് പ്രത്യേകത കൽപ്പിച്ച്, ഈ രണ്ട് നിസ്കാരങ്ങളും നമസ്കരിച്ചവനൊരിക്കലും പിന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാം. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ സുബൈക്കും അസറിനും ഉണ്ട്. പിന്നെ മൻ സല്ല സ്വലാത്ത് അൽ ഫജ്രി ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും ഫജ്ർ നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ വേറെ ഉദ്ർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രോഗം, പള്ളിയിൽ പോകാൻ കഴിയാത്ത രോഗം ഉണ്ടാകുക, അല്ലെങ്കിൽ ശക്തമായ മഴ, അതല്ലെങ്കിൽ യാത്രക്കാരന് നിർബന്ധമില്ല. അതല്ലാത്ത ഇതിനൊന്നും ഇതില്ല, ഉദ്റില്ല. അല്ലെങ്കിൽ പിന്നെ ജമ്മാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഗതികൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾക്ക് ഒരു സർജറി ഉണ്ടാവും, 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയിരിക്കും. അയാൾ ചിലപ്പോൾ ഇവിടെ രോഗിനെ ഹാർട്ട് തുറന്നു വെച്ചുകൊണ്ട് ജമാഅത്തിന് വേണ്ടെങ്കിൽ വരുമ്പോത്തിന് രോഗി ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അയാൾക്ക് ജമ്മാക്കാം. അപ്പൊ അത് നിർബന്ധമല്ല, ജമ്മാക്കാൻ ദൂരമില്ല. ജമ്മ ഹാജത്തിനാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ രണ്ട് നിസ്കാരങ്ങളാണ് പിന്നെ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ അള്ളാഹു പറഞ്ഞെന്ന് വെച്ചാൽ വമിൻ ആനാഇൽ ലൈലി. ആനാഉൻ എന്നുള്ളത് ബഹുവചനമാണ്. ആന, ഇനിയുൻ എന്നതാണ് അതിന്റെ, ഇൻയുൻ എന്നാണ് അതിന്റെ മുഫ്രദ്, ഏകവചനം. ആന എന്നുള്ളത് ഇനി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് അല്പം, അതിന്റെ ശരിക്കും രാത്രിയിൽ നിന്ന് കുറച്ച് സമയം. അപ്പൊ ഒമിൻ ആനാഇൽ ലൈലി, രാത്രികളിൽ നിന്ന് കുറച്ച് സമയവും. അപ്പൊ ഇവിടെ അസർ, ഇനിയിപ്പോ ഇവിടെ നിസ്കാരത്തെ നമുക്ക് രാത്രി നിസ്കാരം ഏതാ ഉള്ളത്? മഗ്രിബും ഇശാവുമാണ്. അപ്പൊ ഇവിടെ ആനാഇൽ ലൈൽ എന്നുള്ള ബഹുവചനമാണ്. അപ്പൊ രാത്രി മഗ്രിബും ഇശാവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പിന്നെ തഫ്സീറിൽ കാണാൻ കഴിയും. അപ്പൊ എത്ര നിസ്കാരമായി? 5 4 500 വരുന്നുള്ളൂ. ഇപ്പൊ നോക്കിക്കോ, പിന്നെ ഫജ്റുമായി അസുറായി, രാത്രിയുടെ ഭാഗങ്ങളിൽപ്പെട്ട നിസ്കാരാണ് മഗ്രിബും ഇശാവും, രാത്രി നിസ്കാരാണ്. പിന്നെ ഖബല ഫജ്ർ ഇവിടെ വന്നു, ഫജ്ർ വന്നു. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ്, രാവികളിൽ രാത്രിയുടെ ചില ഭാഗങ്ങൾ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം. അവിടൊക്കെ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? ഫസബ്ബിഹ് ഫസബ്ബിഹ് എന്ന്. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിന് എന്ത് ചെയ്യാണ്? പുകയത്തിലാണല്ലോ, തസ്ബീഹാണ്. അതുകൊണ്ട് നമ്മൾ സുജൂദിലും റുക്കൂഇലുമാണ് ശരിക്ക്. ഇപ്പോൾ പിന്നെ നിസ്കാരത്തിന്റെ ഹിക്മത്തുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് വെച്ചാൽ സുജൂദിലും റുക്കൂഇലും എന്ത് ചെയ്യാൻ പാടില്ല? ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. എന്താ കാരണം? ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ സുജൂദും റുക്കൂഉം നിസ്കാരത്തിന് ഓരോ കാറ്റഗറി ഉണ്ട്. ഖിയാമിലാണ് ഖിറാഅത്തിന്റെ സമയം. നിസ്കാരത്തിൽ ഖിറാഅത്ത് ഖുർആൻ ഓതേണ്ട സമയം എപ്പോഴാണ്? ഖിയാമിലാണ്. സുജൂദും റുക്കൂഉം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഖുർആൻ ഓതാൻ പാടില്ല. അവിടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി, പിന്നെ എന്നല്ല സുബ്ഹാന റബ്ബിൽ അളീം എന്ന റുക്കൂലും സുബ്ഹാന റബ്ബിൽ അലാ എന്ന സുജൂദിലും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഇത് പ്രാർത്ഥനകൾ എന്ത് ചെയ്യാം? അള്ളാഹുവിനെ സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്തതിനു ശേഷം ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. പക്ഷെ ഖുർആൻ എന്ന പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കാരങ്ങളിലും ഈ നിസ്കാരം കഴിഞ്ഞതിന് ഈ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന റുക്ഊഇലും സുബ്ഹാന റബ്ബിൽ അലാ എന്ന സുജൂദിലും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മറ്റു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കൊണ്ട് വിരോധമില്ല. നിസ്കാരത്തിൽ
ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുജൂദും പിന്നെ ഖബല സലാം അവാഖിറു തശഹുദ്, തശഹുദിന്റെ അവസാന ഭാഗത്ത്. അത് സലാം വിട്ടിന് തൊട്ട് മുമ്പുള്ള സമയം ഉണ്ടല്ലോ, അതാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം. അവിടെ നമുക്ക് ഏത് പ്രാർത്ഥന എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. നമസ്കാരത്തിൽ അറബിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. അപ്പൊ ഇവിടെ പിന്നെ അപ്പൊ ഇതെന്തായി ആനയിൽ ഇനിയും എന്നുള്ളതാണ് രാത്രിയുടെ കുറച്ചു സമയം. അപ്പൊ രാത്രിയിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. അവിടൊക്കെ സുബ്ഹാൻ അല്ലാഹുവിന് പുകഴ്ത്തുകയാണ്. പിന്നെ അത്റാഫൻ നഹാർ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. പിന്നെ ഇനിയിപ്പോ ആകെ ഒരു നിസ്കാര ബാക്കിയുള്ളൂ, ളുഹർ. ളുഹറിന്റെ പൊസിഷൻ എവിടെയാണ്? ളുഹർ ശരിക്കും എപ്പോഴാണ് ളുഹർ എന്ന് പറഞ്ഞാൽ പകലിന്റെ മധ്യം അല്ലേ? അപ്പൊ നമ്മൾ പകലിനെ ഒരു രണ്ട് ഭാഗമാക്കിയാൽ ഭാഗം എന്നുള്ളതിന് അറബിയിൽ തൊറഫ് എന്ന് പറയാം. എന്താ പറയാ? തൊറഫ്. അപ്പൊ ഇതൊരു തൊറഫാണ്, ഇതൊരു തൊറഫാണ്. അപ്പൊ ഈ രണ്ട് തൊറഫിന്റെയും മധ്യത്തിലാണ് ഏത് വരുന്നത്? ളുഹർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്രാഫൻ നഹാർ എന്ന് പറഞ്ഞ പകലിന്റെ രണ്ട് തൊറഫുകളിൽ നിന്ന്. അപ്പൊ ആ രണ്ട് തൊറഫുകളുടെ നടുവിലാണ് ആര് വരുന്നത്? ളുഹർ വരുന്നത്. അതുകൊണ്ടാണ് അത്രാഫുൻ നഹാർ എന്ന് പറഞ്ഞ് ഇമാം ബഖവി വിശദീകരിച്ച് കാണുന്നത്. അത് എന്തുകൊണ്ട് ഇവിടെ പിന്നെ അത്രാഫുൻ നഹാർ എന്ന് പറഞ്ഞു ചോദിച്ചാൽ, പകല് പിന്നെ സൂര്യൻ നേർക്ക് നേരെ നിൽക്കുന്ന സന്ദർഭം നിസ്കരിക്കാൻ പാടില്ല. അത് തെറ്റിയ ഉടനെയാണ് എപ്പോഴും കൊടുക്കുക, നൂറാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മുതലാണ് നൂറ് തുടങ്ങുക. എന്ന് പറഞ്ഞാൽ പകലിന്റെ ഒരറ്റം കഴിഞ്ഞ് മറ്റേ അറ്റത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ടാണ് തൊറഫുൽ നഹാർ എന്ന്, അതായത് പിന്നെ ആനാ ഉൽ ലൈൽ എന്ന് പറഞ്ഞില്ലേ, ആനാ ഉൽ ലൈൽ എന്ന് പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടാണ് ഇവിടെ പകലിന്റെയും രണ്ടറ്റങ്ങളിൽ ഒരറ്റത്തിലാണ് നീ നിസ്കരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ബഖവിന്റെ തഫ്സീറിൽ അത് കാണാം. പിന്നെ ഒമിൻ അത്രാഫിൻ നഹാർ എന്ന് പറയാൻ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. പിന്നെ يعني صلاة الظهر سميت وقت الظهر أطرافا لأن وقته عند الزوال. ഇതിന്റെ സമയം എന്ന് പറഞ്ഞാൽ സവാലിന്റെ സമയത്താണ്. വഹുവ തറഫുൻ നിസ്ഫിൽ അവൽ ഇന്തിഹാ വ തറഫുൻ നിസ്ഫിൽ ആഖിർ ഇബ്തിദാ. അതായത് ഒരു തൊറഫ് അവസാനിച്ച് മറ്റേ തൊറഫിലേക്ക് പ്രവേശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് കഴിഞ്ഞ് മറ്റേക്കോട്ട് കയറുന്ന സമയം, രണ്ടിന്റെയും ഇടക്കുള്ള സമയം. അതുകൊണ്ടാണ് അത്റാഫുൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങൾ. രണ്ടിലറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ സുബൈ ഫജ്ർ എല്ലാം ഉദ്ദേശം. അതായത് പകലിന്റെ ഒരു മദ്യം കഴിഞ്ഞ് മറ്റേ മദ്യത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ശരിക്കും ളുഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എങ്ങനെ നേലടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മൾ പറയല്, നേൽ നോക്കിയിട്ടാണല്ലോ ഇപ്പൊ പണ്ടൊക്കെ. അതായത് ഒരു സൂര്യൻ നേരെ നിൽക്കുമ്പോ ളുഹറിന് നമുക്ക് നേലുണ്ടാവോ? സുബാൻ കൊടുക്കുമ്പോൾ നേലുണ്ടാവില്ല, വസ്തുവിന് നേലുണ്ടാവില്ല. അപ്പൊ നേലുണ്ടാവുന്ന സൂര്യൻ ശരിക്കും നമ്മൾ നേരെ മുകളിൽ നിൽക്കണം. പിന്നെ അസറിന്റെ സമയം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ നേലെന്താണോ അതിന്റെ അത്ര വലിപ്പം ഉണ്ടാവും. അതാണല്ലോ ശരിക്കും പകലിന്റെ നടുവാണ് ഏകദേശം എന്ത് വരുന്നത്? ളുഹർ. അതുകൊണ്ടാണ് അത്റാഫൻ നഹാർ, നഹാറിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ടറ്റല്ല ഉദ്ദേശം. അതായത് ഒരു മദ്യം കഴിഞ്ഞ് മറ്റേ മദ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം. അപ്പൊ അങ്ങനെ 5 നമസ്കാരങ്ങൾ നീ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഈ 5 നമസ്കാരങ്ങൾ ഇപ്പൊ ഖുറാനിൽ ഇപ്പൊ 5 ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കണ്ട. ഇത് കൃത്യമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പിന്നെ രാവിന്റെയും പകലിന്റെയും ഇടയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വേറെ ആയത്ത് പറഞ്ഞിരുന്നു, അതൊക്കെ ഓർമ്മ ഉണ്ടോ? സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം ഞാൻ വേറെ ആയത്ത് പറഞ്ഞു, സൂറത്ത് ബഖറയിലെ. കഴിഞ്ഞ ആഴ്ച ഒരു ഇല്ലോടെ ഹാഫിദു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഈ ആയത്തുകൊണ്ട് 5 നിസ്കാരം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹാഫിദു അല സ്വലവാത്ത്, സ്വലവാത്ത് എന്ന് പറഞ്ഞ ജമ്മാണ്, സ്വലാത്തൈനില്ല, സ്വലാത്തല്ല, സ്വലാത്തൈന് സ്വലവാത്ത്. ഹാഫിദു അല സ്വലവാത്ത്, നിസ്കാരങ്ങൾ നിങ്ങൾ നിലനിർത്തണം. ഏറ്റവും ചുരുങ്ങി 3 എണ്ണമായി.
വസ്സലാത്തിൽ വുസ്ത, മധ്യത്തിലുള്ള നിസ്കാരത്തിൽ നിലനിർത്തണം. അപ്പൊ 4 4 മദ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ 3 എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വലാത്തുൽ വുസ്ത ഔട്ടായി. 3 എടുത്ത എന്തായി? സലാത്തുൽ വുസ്ത ഔട്ടായി. പിന്നെ വസ്സലാത്തുൽ വുസ്ത എന്ന് പറയുമ്പോൾ പിന്നെ സലാത്തുൽ വുസ്ത ആണെങ്കിൽ എന്ത് വേണം അതിന്? മദ്യമാണ്. അപ്പൊ മദ്യം ഉണ്ടാവുകയും വുസ്ത ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും ചുരുങ്ങിയ എത്ര വേണം? 5 വേണം. അപ്പൊ ആ എത്തും എന്തിനു തെളിവ് തന്നെയാണ്? 5 നിസ്കാരം. പച്ചപ്പണ്ടപ്പോൾ ചേകനൂർ വലിയ വിവാദം ഉണ്ടാക്കിയ സമയം ഖുറാനിൽ 5 നിസ്കാരം ഉണ്ടെങ്കിൽ വെല്ലുവിളിച്ച് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ഇവരുടെ അവസാനം പറഞ്ഞ ഒറ്റ നിസ്കാരം ഇല്ല, നിസ്കാരം ഒന്നിന് ലഭിക്കുന്ന നിർബന്ധമുള്ളൂ. അതിന്റെ പിന്നെ പറയുന്നത് വെച്ചാൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ അഖിമുസ്സലാത്തിൽ ദിക്രി, ചായങ്ങനെ വരുമ്പോ അല്ലാഹു അക്ബർ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതിന് ആൾക്കാരൊക്കെ കൊണ്ടുപോകണേ. ഖുറാൻ ദുർവ്യാഖ്യാനിച്ച് നിസ്കരിക്കാനുള്ള ബോധ്യം ഉണ്ടല്ലോ. പിന്നെ നിസ്കാരം 5 ഇല്ല 3 മാത്രം എന്ന് പറഞ്ഞാൽ എന്റെ പുറംചട്ടിൽ എന്താ ഉള്ളത്? പരസ്യം എന്താ അറിയോ? നിസ്കരിച്ച് ക്ഷീണിച്ചവർക്കും ക്ഷീണമോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഉത്തമ ഗ്രന്ഥം. നിസ്കരിച്ച് ക്ഷീണിച്ചവർക്കും ക്ഷീണമോർത്ത് നിസ്കരിക്കാതിരിക്കുന്നവർക്കും ഒരുപോലെ ഉത്തമ ഗ്രന്ഥം. നരകത്ത് പോകാൻ നിസ്കരിക്കൊന്നും വേണ്ടല്ലോ. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക തർദ. ഇപ്പൊ ഇവിടെ ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രയാസങ്ങളും പീഡനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. മുമ്പുള്ള ഖൗമിന്റെ നശിപ്പിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്ബിർ, നബിയെ നിങ്ങൾ ക്ഷമിക്കണം. ഈ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ ഇതിന് മുമ്പുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 നേരം നിസ്കരിക്കണം. ഈ 5 നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിലാണല്ലോ 5 നേരത്തെ നിസ്കാരം അല്ലാഹു ഫർദാക്കണം. മിഅ്റാജിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞിരുന്നു. മിഅ്റാജ് എപ്പോഴാണ് ഉണ്ടായത്? ഹിജ്റയുടെ എത്രാമത്തെ വർഷം മുമ്പാണ്? ഹിജ്റയുടെ എത്ര വർഷം മുമ്പാണ് മിഅ്റാജ് ഉണ്ടായത്? 2 വർഷം മുമ്പ്. ആ വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഒന്ന് പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയും മറ്റൊരു പിതൃവ്യനായ അബൂ താലിബ് എന്ത് ചെയ്തു? മരിച്ചു. മനസ്സിലല്ലേ? അതിന് ആമുൽ ഹുസ്ൻ എന്നൊക്കെ ചില ചരിത്രകാരന്മാർ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് മുഹഖിഖുകൾ സലഫി പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അങ്ങനെ ഹദീസിലോ ഇതൊന്നും വന്നിട്ടില്ല, ഒരു ദുഃഖവർഷം എന്നുള്ളത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നബി എന്ന് പ്രയോഗിക്കല്. ആമുൽ ഹുസ്ന് ചില ചരിത്ര കിതാബിലൊക്കെ ആമുൽ ഹുസ്ൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അഖീദപരമായി നോക്കുകയാണെങ്കിൽ ആ പ്രയോഗം തന്നെ സൂക്ഷ്മത കുറവുണ്ട്. ആമുൽ ഹുസ്ൻ നമ്മൾ എന്ത് ചെയ്യണ്ട, പറയണ്ട ദുഃഖവർഷം എന്ന്. കാരണം റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ആ റസൂല്ല ശരിക്ക് സങ്കടപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് റസൂല്ലക്ക് മിഅ്റാജിന് കൊണ്ടുപോകുന്നതും നിസ്കാരം കൊടുക്കണം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയാനുള്ള ആൾക്കാരോട് എന്താ പറയണത്? ഇതുവരെ പറഞ്ഞതിനേക്കാളും ഒക്കെ അസംഭവ്യമെന്ന് ആളുകൾക്ക് തോന്നാവുന്ന കാര്യമാണ് ഇനി പറയാൻ പോണത്. അത് ഏത് സന്ദർഭത്തിൽ? ഏറ്റവും വശം പിടിച്ച സന്ദർഭത്തിലാണ് ഇനി അത് പറയാൻ പോകും. അപ്പൊ നമ്മളെ ആളുകൾ എന്താ വെച്ചാൽ പറയണ്ട, കുറച്ചുകൊണ്ട് പറഞ്ഞാൽ മതി, കുറച്ചുകൊണ്ട് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ നിന്നുകൊണ്ട് അടങ്ങിയിട്ട് എന്താ പറയാ, പാലൊക്കെ ശരിയാക്കി പറഞ്ഞ അതല്ല. റസൂലുള്ളാഹി പറഞ്ഞ് ആലോചിച്ച് നോക്കണം. പിറ്റേന്ന് തന്നെ പ്രവാചകൻ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി എന്ത് ചെയ്തു? ബൈത്തുൽ മഖ്ദിസിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്ലൈറ്റ് ഒന്നുമില്ല, അന്ന് 1 മാസത്തെ വഴിദൂരമുണ്ട്. 1 മാസത്തെ വഴിദൂരമുണ്ട്. മനസ്സിലായില്ലേ? അവിടെ പോയി തിരിച്ചു വരാൻ 1 മാസം 2 മാസത്തെ വഴിദൂരം. അവിടുന്ന് കഴിഞ്ഞ് മിഅ്റാജ് ആകാശത്തിന് അവിടുന്ന് പോയി. എന്നിട്ട് പ്രവാചകൻ ചിന്തിച്ചില്ല, പടച്ചോനെ ഞാൻ ഇത് പറഞ്ഞ എന്താവും? ഹജ്ജിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം, ഈ മിഅ്റാജിന്റെ സംഭവം കേട്ട് ചില ആളുകൾ മുർത്തദ്ദായി പോയി. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ചെറിയ പരീക്ഷണങ്ങൾക്ക് ഇടക്കിടക്ക് വരും. ഇമാന് ഇത് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആനും സുന്നത്തും അംഗീകരിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ പരീക്ഷിക്കും. ഒന്ന് മിഅ്റാജ് ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ആ പ്രയാസങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് ആശ്വാസം ഉണ്ടായി എന്ന് നബിനോട് അല്ലാഹു പറഞ്ഞോ? ഇതിപ്പോ പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി?
പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, പിറ്റേന്ന് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കണം, എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവൻ മുഅ്മിനായിട്ട് ഉണ്ടായാൽ മതി. എവിടെ ഉണ്ടായാൽ മതി? ഇവിടെ ഉണ്ടായാൽ മതി. അതാണ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അന്ന് കുറച്ച് അക്കലാനികൾ എന്ത് ചെയ്തു? ഔട്ടായി. പിന്നെ ഔട്ടായപ്പോൾ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിബല മാറിയില്ലേ, ബൈത്തുൽ മഖ്ദിസ് നിന്നിട്ട്. അപ്പോ സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം ലത്തി കാനു അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. അപ്പൊ അതിന് അല്ലാഹ് മറുപടി എന്താ? വമാ ജഅൽനൽ ഖിബ്ലത ലത്തി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. ഇതൊക്കെ അള്ളാഹിന്റെ പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടെന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ ഖിബ്ല എവിടേക്കാവും? കഅബയിലാക്കും എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുസ്കരിക്കുന്ന അഹ്ലു കിതാബിനൊക്കെ ഭയങ്കര സന്തോഷമായി. ഓ, നമ്മളെ ഖിബ്ലയല്ല മുപ്പര് സ്വീകരിച്ചിരിക്കണത്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ മുപ്പര് വിശ്വസിക്കാൻ നിന്നു. പിന്നെയാണ് ഒറ്റയടിക്ക് ഖിബ്ല ഇങ്ങോട്ട് മാറണത്. അപ്പോ ചില വിഡ്ഢികളായ ആളുകൾ ചോദിച്ചു, എന്താ പത്തുവരെ നിസ്കരിച്ച ആളുകളൊക്കെ, പിന്നെ അങ്ങനെയുള്ള ചില ആൾക്കാര് പിന്നെ ഒരു ഹക്ക് ബോധ്യപ്പെട്ട ഹക്ക് സ്വീകരിക്കില്ല. അപ്പൊ മുമ്പ് കഴിഞ്ഞോലൊക്കെ എന്താ, അപ്പൊ ബൈത്തുൽ മഖ്ദിസിക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോലൊക്കെ ഓരോ നിസ്കാരമൊക്കെ ബാത്തിലായോ? അതാ ഒമാഖാൻ അള്ളാഹു ഈമാനോ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഈമാൻ അള്ളാഹു നഷ്ടപ്പെടുത്തൂല എന്ന് പറഞ്ഞില്ല. അത് ശരിക്കും ആ ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള നിസ്കാരത്തെ പറ്റി അള്ളാഹ് പറഞ്ഞ ഈമാൻ എന്നാണ്. ശരിക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹിന്റെ ഖിബ്ല കഅബയാന്ന് അറിഞ്ഞിട്ടും നബി അങ്ങോട്ട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അത് ഒരു ഈമാൻ കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്തത്, അങ്ങോട്ട് നിസ്കരിച്ചത്. അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ നബി ഒടുക്ക തിരിയാൻ പറഞ്ഞ ഒടുക്ക് തിരിയാ. അത് ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. കിഴക്കും അള്ളാഹ്ക്കുള്ള തന്നെയാണ്, പടിഞ്ഞാറും അള്ളാഹ്ക്കുള്ള തന്നെ. അള്ളാഹ് കിഴക്ക് തിരിയാൻ പറഞ്ഞ, പടിഞ്ഞാറോട് തിരിയാൻ പറഞ്ഞ കിഴക്ക് മോശമായോണ്ടല്ല. മനസ്സിലായോ? കിഴക്കും അള്ളാഹ്ക്കുള്ള തന്നെയാണ്, പടിഞ്ഞാറ് അള്ളാഹ് ഒടുക്ക് തിരിയാൻ പറഞ്ഞു, അവിടേക്ക് എന്ത് ചെയ്യാ? തിരിയാ. അപ്പൊ ഇതൊരു പരീക്ഷണാണ്. ദീനിൽ അങ്ങനത്തെ പരീക്ഷകളുണ്ട്. അപ്പൊ 5 നേരം നമസ്കാരം നബിയെ നിങ്ങൾ നിർവഹിക്കണം. ലഅല്ലക തർളാ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ തൃപ്തിപ്പെട്ടേക്കും. ലഅല്ല എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആയേക്കാം എന്നല്ല, ശക്കല്ല അവിടെ, യാനി യഖീൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ തഖ്വ ഉണ്ടായേക്കാന്നല്ല, തഖ്വ ഉണ്ടാവും, ഉറപ്പാണ്. നോമ്പ് കൃത്യമായിട്ട് നോറ്റൊന്നുണ്ടാവും, തഖ്വ ഉണ്ടാവും. അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആൻ പറഞ്ഞ ലഅല്ലകളൊക്കെ എന്താണ്? യഖീനിനാണ്, ഉറപ്പുണ്ടാവും. അപ്പൊ ലഅല്ലക തർളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു താങ്കളെ തൃപ്തിപ്പെട്ടേക്കും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് തൃപ്തി ഉണ്ടായ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ് അള്ളാഹുവിന്റെ എന്തുണ്ടാവുള്ളൂ? തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഓർമ്മപ്പെടുത്തണം. ഇനി എന്താണ് സംശയം എന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ, എന്നാലും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വേവലാതി എന്താ വെച്ചാൽ, നമ്മളിപ്പോ എത്ര മുസ്ലിമീങ്ങളായി ആത്മാർത്ഥമായി നിസ്കരിച്ച് നോമ്പൊറ്റക്ക് ജീവിക്കുമ്പോഴും നമ്മളെക്കാളൊക്കെ എത്രയോ സുഖ സൗകര്യങ്ങളിൽ ഇവിടെ ആര് ജീവിക്കുന്നുണ്ട്? അള്ളാഹിനെ മറന്ന് ജീവിക്കുന്ന ആളോട് ജീവിക്കണില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സുജൂദ് പോലും ജീവിതത്തിൽ അർപ്പിച്ചിട്ടില്ലാത്ത എത്ര മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. അവർക്ക് രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല, സമ്പത്ത് കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല, എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നബിയെ നിങ്ങൾ അവരിലേക്ക് നോക്കരുത്. അതാണ് അടുത്ത ആയത്ത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തിന്റെ ഒരു വഴി ഇവിടെ പറഞ്ഞു തന്നെ. എന്താണ്? നിസ്കാരം. ശരിക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസം വന്നാൽ നബി എന്താ ചെയ്യുക? നിസ്കാരത്തേക്ക് പോകും. നമുക്ക് പ്രയാസം വന്നാൽ നമ്മളെന്താ ചെയ്യുക? ഉള്ള നിസ്കാരം കൂടി പോകും. അതാ ഞമ്മതുണ്ടാകുക. നമുക്ക് ഉള്ള നിസ്കാരം കൂടി എന്ത് ചെയ്യുക? നഷ്ടപ്പെടാ ചെയ്യുക. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ വെച്ചാൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിസ്കാരത്തിൽ അളവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ജമ്മാക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഫർദ് മാത്രം നിസ്കരിക്കാം, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീട്ടിൽ മരണ വീട് നടന്നു കൂട്ടിക്കൂടി ഒരു ഭർത്താവ് മരിച്ച ഒരു ഭാര്യ, ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം
നിസ്കരിക്കേണ്ടതില്ലാത്ത അവസ്ഥയല്ല, ശുദ്ധിയുള്ള അവസ്ഥയാണ്. പക്ഷെ ആ ഭാര്യ, എത്ര ഭാര്യമാരുണ്ടാവും? ഇപ്പൊ രാവിലെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിസ്കാരം ഉണ്ടാവും പെണ്ണിന്? ഉണ്ടോ? ആലോചിച്ച് ഒന്ന് ആ ശരിക്ക് ഭർത്താവ് മരിച്ചു എന്നുള്ള നിസ്കാരത്തിൽ അളവുള്ള കാര്യമാണോ? ഇല്ലല്ലോ. നമ്മുടെ പെണ്ണുകൾ ശ്രദ്ധിക്കണില്ല. അതുപോലെ തന്നെ ഒരു വീട്ടിൽ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണുങ്ങളാണ്, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പലപ്പോഴും നിസ്കാരത്തിന് അത് ശ്രദ്ധിക്കാറില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഒരു മനുഷ്യന്റെ ബോധം ഉണ്ടെങ്കിൽ ബോധവും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് നിർബന്ധമുള്ള കാര്യമാണ് എന്ത്? നിസ്കാരം. വേറെ ഏത് കാര്യങ്ങൾ, ഇപ്പൊ സക്കാത്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കൊടുത്താലും മതി. ഒരു കൊല്ലത്തെ അടണ്ടാക്കി കൊടുക്കാന് ഈ കൊല്ലം റമദാൻ ഒന്നിനാൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കാനുള്ള സമയം അടുത്ത കൊല്ലം വരെ കൊടുത്തു കൂട്ടാം. നിസ്കാരം അതില്ല. ഹജ്ജുമാണെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ ആൾക്ക് ഹജ്ജ് നിർബന്ധം ഉണ്ടാവില്ല. പക്ഷെ നിസ്കാരത്തിൽ ഒരളവും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അതല്ല അല്ലക്ക തർദാന്ന് പറഞ്ഞു. ഇനി അള്ളാഹ് പറയാണ് വലാ തമുദ്ദന്ന, നബിയോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദ നിറം നീട്ട, മദ് അറിയില്ല നമ്മള്? മദ്ദ നിറം നീട്ടി എന്നർത്ഥം. വലാ തമുദ്ദന്ന, നബിയെ നിങ്ങൾ നീട്ടരുത്. ഐനൈക, നിങ്ങൾ രണ്ട് കണ്ണുകളെയും നബി നിങ്ങൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഇത് ആരോടാ പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴാണ് മക്കത്ത് മുശ്രിക്കുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷെ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും? നിങ്ങളെക്കാളൊക്കെ എത്രയോ സൗകര്യങ്ങൾ ഉണ്ടാവും. ആ സൗകര്യങ്ങൾ നാം അവർക്ക് കൊടുത്തതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നോക്കാൻ പാടില്ല. നമ്മൾ അഞ്ചേരം നിസ്കരിക്കണ, പള്ളി വരുന്നു, നമുക്ക് ഒന്നും ഇടങ്ങേറും രോഗവും കഷ്ടപ്പാടും. കണാരൻകുട്ടിയും കൃഷ്ണൻകുട്ടിയും ജോസഫ് കുട്ടിയൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഓരോ സമ്പത്തിൽ വലിയ വർധനവുണ്ട്. അല്ലെങ്കിൽ നിസ്കരിക്കാതെ നടക്കണ മുസ്ലിമീങ്ങൾ തന്നെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഓർക്കൊന്ന് പടിഞ്ഞാറോട്ട് നമ്മൾ സാധാരണ വെട്ടിട്ട് അവരെ പടിഞ്ഞാട്ട് പോകൂല എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ. വെട്ടിട്ട് അവരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു പോകൂല എന്നുള്ള അങ്ങനത്തെ ആൾക്കാർക്ക് വരെ ഒരു പ്രയാസം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. അത് ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വലാ തമുദ്ദന്ന ഐനൈക, ഐൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൾ. നിന്റെ രണ്ട് കണ്ണുകളെയും നീ അവരിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ അയക്കാൻ പാടില്ല, നീട്ടാൻ പാടില്ല. ഇതിലേക്ക് ഇലാമ, ഒന്നിലേക്ക്. ഇലാമ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് കൊടുക്കാൻ പാടില്ല. മത്തഅന ബിഹി, മത്തഅന എന്ന് പറഞ്ഞാൽ മത്താ എന്താണ്? വിഭവം. മത്താ എന്ന് പറഞ്ഞാൽ മത്തഅ എന്ന് പറഞ്ഞാൽ വിഭവം ഒരുക്കി എന്നർത്ഥം. അപ്പൊ മത്തഅന ബിഹി, നാം അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിലേക്ക് നബി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അയക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഒരു അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ സുഖ സൗകര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യസനിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ഏറ്റവും അഷ്റഫുൽ ഖൽഖാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ലേ? പക്ഷെ ആദം നബിന്റെ മുമ്പുണ്ട് ആര്? ഇബ്ലീസ്. ഇബ്ലീസ് മരിച്ചോ? ഇല്ല. ഇബ്ലീസിന് ഒരു പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ലേ? ഇല്ലേ? പല പ്രവാചകന്മാർക്കും ലഭിച്ചിട്ടില്ല. ലോകത്ത് സഞ്ചരിക്കാനും ആളുകളെ വിശ്വാസാക്കാനും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇടപെടാനും എന്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വതന്ത്രമായ കഴിവുകൾ ഇബ്ലീസിന് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ പ്രവാചകന്മാർക്ക് പോലും, കാരണം ഈ ആയുസിന് എടുത്തു നോക്കി നിങ്ങൾ, ആദം നബിന്റെ മുമ്പുണ്ട് ഇബ്ലീസ്. ആദം നബി മരിച്ചു, അവസാനത്തെ പ്രവാചകൻ റസൂൽ മരിച്ചു, 14 നൂറ്റാണ്ട് കഴിഞ്ഞു, എന്നിട്ട് ഇബ്ലീസ് മരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാരെക്കാളും അള്ളാന്റെ അടുക്കൽ പിന്നെ മഹത്തുള്ള ആളാണ് ഇബ്ലീസ് അല്ലല്ലോ. അതെന്തിനാണ്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അത് അവർക്കൊരു പരീക്ഷണമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഖാറൂൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കൊടുത്ത സമ്പത്ത്? ഖാറൂൻ എടുത്ത സമ്പത്ത് എത്ര? അവന്റെ സമ്പത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ തന്നെ മൃഗങ്ങൾക്ക് പോലും വഹിക്കാൻ കഴിയില്ല. ഒരു താക്കോൽ തന്നെ. ഇപ്പൊ പൈസ എത്ര ഉണ്ടാവുന്നുള്ളതൊക്കെ അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി.
ഇതിൽ പിന്നെ എന്താണ് ഇത് കണ്ടിട്ട് വിശ്വാസികളായ ആളുകൾ പിന്നെ പറയുന്നൊരു വാചകം വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു ഖസസിലാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. എന്നിട്ട് പിന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പറയാണ്, وابتغ بما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا أحسن كما أحسن الله ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. പിന്നെ فخرج على قومه في زينته. ഖാറൂൻ എന്ത് ചെയ്തു? ഓലെ പിന്നെ അലങ്കാരമൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. قال الذين يريدون الحياة الدنيا. ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂന് കിട്ടിയ മോഡൽ നമുക്കും കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്നഹു ലദു ഹദ്ദിൻ അളീം. ഓ മൂപ്പർക്ക് എത്ര വലിയ ഓഹരിയാണ് ദുനിയാവിൽ കിട്ടിയിട്ടുള്ളത്. എന്നാൽ വഖാല അല്ലദീന ഊതുൽ ഇൽം. ബുദ്ധിയും വിവരവും ഇൽമുമുള്ള ആളുകൾ പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹൻ. ഇതാണ് ശരിക്കും ഈമാനുള്ളവരെയും വിശ്വാസികളുടെയും വിശ്വാസികളുടെ അല്ലാത്തവരുടെയും പിന്നെ ഒരു എന്താ പറയാ വ്യൂ പോയിന്റ് എന്ന് പറയാം. നമ്മളതിൻ്റെ ഒരു ചിന്തന എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഒരെല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ പറഞ്ഞു ദുനിയാവ് മാത്രം ആഗ്രഹിക്കണമല്ലോ. ഖാറൂന്റെ സമ്പത്ത് കണ്ടപ്പോ എന്താ പറഞ്ഞ്? പഠിച്ചോനെ, ഖാറൂന് കൊടുത്ത പോലെ നമുക്കും കൂടി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. വിശ്വാസികൾക്ക് ആർക്കാവോ പൈസ കിട്ടിയ ബോധിയില്ലാത്ത? ദുനിയാവിൽ ആർക്കെങ്കിലും പണം കിട്ടിയാൽ ബോധിയില്ലാത്തുണ്ടോ? ഇല്ലല്ലോ. ഇനി ഒന്നുമില്ലെങ്കിലും സദഖ കൊടുത്തൂടെ? വിശ്വാസികളാണെങ്കിൽ പൈസ കിട്ടിയ സദഖ കൊടുത്തൂടെ? സമ്പത്ത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മാൽ എന്നുള്ള പദം തന്നെ എന്തുണ്ടായിരുന്ന സമ്പത്തിന് എന്താ അറബി പറയാ? മാല്. മാൽ എന്നുള്ള പദം എന്തെന്നുണ്ടായതാണ്? മാലേമീലും ആണ്. മുമ്പ് പറഞ്ഞല്ലോ. മാലാറ എന്താ? ചാഞ്ഞു ഞാർത്തം. മാലേമീലും എന്ന് പറഞ്ഞാൽ ചായ എന്നുള്ള മാലുണ്ട്. പൈസ ഇട്ട് എല്ലാവരും കൂടി ചായും. മനസ്സിലല്ലേ? പൈസ എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ മുഅ്മിനീങ്ങളായ ആളുകൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, അള്ളാഹിന്റെ സവാബാണ് ഇതിനേക്കാൾ. കാരണം ആ അള്ളാഹാണ് ഓന് കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഓന് കൊടുത്തെങ്കിൽ അള്ളാഹുവിന്റെ അടുക്ക് ഇതിനേക്കാളും വലുതുണ്ട്, വേറെ ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിശ്വാസികളായ ആളുകളുടെ പിന്നെ ഒരു ചിന്ത തന്നെ ശരിക്കും വ്യത്യാസം. അതുകൊണ്ട് തന്നെ കാഫറുകളായ ആളുകൾ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകൾ അവർ ദുനിയാവിൽ ശരിക്ക് ആസ്വദിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇത് വിശുദ്ധ ഖുർആനിൽ എവിടെ ഉണ്ട് അറിയാം? നമ്മൾ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ഓതേണ്ട ഒരു 10 ആയത്തുണ്ട്. ഏതാണ്? ആൽ ഇംറാനിലെ അവസാനത്തെ 10 ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്. കാഫറുകളായ ആളുകൾ ദുനിയാവിൽ തഖല്ലുബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കുത്തി പറയാറില്ല, നമ്മള് ഇങ്ങനെ മറിഞ്ഞ് കളിച്ച് ജീവിക്കുന്നതിന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വഞ്ചിതനാകണ്ട. മത്താഉൻ ഖലീൽ, അത് കുറച്ച് സമയത്തേക്ക് ഓൽക്കാൻ കൊടുത്താണ്. ജഹന്നം വബിഇസൽ മിഹാദ്. അത് ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ഓല ചാറ്റിൽ കൊട്ട നമ്മൾ തിരികെ തക്കല്ലുമെന്നാൽ ശരിക്കതാ ചാറ്റിലോട്ട് ഇങ്ങനെ മാറി മറിയ. ആ ചാറ്റിൽ കൊട്ടനെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ചാടാനുള്ള കൊടുക്കാണ്. അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, നബി നിങ്ങൾ വഞ്ചിതനാകരുത്. ഇതന്നെയാണ് അള്ളാഹ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത് വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മൊത്തത്തിൽ നൽകുന്ന ഒരു ഉപദേശമാണ്. നാം അവർക്ക് ദുനിയാവിൽ കൊടുത്തിട്ടുള്ള സമ്പത്ത്, അധികാരം, അതുപോലെ തന്നെ പിന്നെ സൗന്ദര്യം, സാമ്പത്തികം, ശേഷി,
ജോലി, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ വിശ്വാസികളെക്കാൾ കൂടുതൽ അവിശ്വാസികൾക്ക് അള്ളാഹു കൊടുത്തേക്കാം. അത് ലിനഫ്തിനഹും ഫീഹി, വിശുദ്ധ ഖുർആൻ പറയുന്നു, അത് അവർക്ക് പരീക്ഷണത്തിന് വേണ്ടി കൊടുത്താണ്. കാരണം ഖൈർ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, ഷർറ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. പക്ഷെ ചിലപ്പോൾ ഷർറ് കൊണ്ടുള്ള പരീക്ഷണം നമുക്ക് പലപ്പോഴും നമുക്ക് അറിയുള്ളൂ, രോഗം, പ്രയാസം, കടം. പക്ഷെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അത് അറിയില്ല. പക്ഷെ സമ്പത്തും പരീക്ഷണം. അതുകൊണ്ടാണ് ഇലാമ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തുൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും ഫീഹി. അസ്വാജം മിൻഹും എന്ന് പറഞ്ഞാൽ, സൗജ് എന്ന് പറഞ്ഞാൽ എന്താ? സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് ശരിക്കർത്ഥം. അത് മറ്റൊന്നിലേക്ക് ചേരി ഇണ, അവരിൽ നിന്നുള്ള ഇണകളാക്കി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്നുള്ള എല്ലാ സംഗതികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പിന്നെ ഇണകളാക്കിയും അതുപോലെ തന്നെ മതാആയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ മതായിൽ നിന്ന് അവർക്ക് കൊടുത്തതിലേക്ക് നബിയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായി കൊണ്ട് പറയാൻ. സഹറത്തുൽ ഹയാത്തി ദുനിയ, സഹറത്ത് എന്ന് പറഞ്ഞ ശരിക്കും എന്താ അർത്ഥം? മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, സഹറത്തുൻ, ആ പൂവ് എന്നർത്ഥം. സഹറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പൂവ് എന്നർത്ഥം. അപ്പൊ ദുനിയാവിന്റെ ഒരു പൂവാണത്. ശരിക്കും അള്ളാഹുവിന്റെ പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണം. ഒരു പൂവിന് എത്ര ആയുസ്സുണ്ടാവും ആലോചിക്കുക. അള്ളാഹുവിന്റെ പ്രയോഗത്തിന്റെ സൂക്ഷ്മത നോക്കിയാണ്. സഹറത്തുൽ ഹയാത്ത് ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിൽ പൂവാണ്. ഒരു റോസാപ്പൂ, നല്ല ഭംഗിയുള്ള റോസാപ്പൂ പൂ വിരിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും അത് കാണാൻ? ഏറി വന്ന ഒരാഴ്ച അതുണ്ടാവില്ല. അപ്പൊ കാഫിറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, സത്യനിഷേധികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ദുനിയാവിന്റെ ചരക്കുകൾ ഒരു പൂവിന്റെ അത്രേ ഉള്ളൂ. സഹറത്തുൽ ഹയാത്ത് ദുനിയ, അത് ദുനിയാവിന്റെ വിഭവങ്ങൾ. മനസ്സിലല്ലേ? ഇവിടെ സഹറത്ത് കൊണ്ട് ഉദ്ദേശിച്ച വിഭവങ്ങളാണ്. പക്ഷെ ആ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഒരു പൂവിനോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു പൂവ് ഈ ദുനിയാവിൽ എത്ര കാലം നിലനിൽക്കുള്ളൂ അത്രയേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സത്യനിഷേധിയുടെ പിന്നെ ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖാറൂന്റെ അത്ര സമ്പത്ത് ഒരു നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴികെ പിറക്കും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോ സഹറത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ജീവിതം. ശരിക്കും സഹറത്ത് എന്ന് പറഞ്ഞാൽ ഭംഗി, പൂവ് എന്നൊക്കെ അർത്ഥം. ഹയാത്ത് ദുനിയ, ദുനിയാവിന്റെ ജീവിതം. ശരിക്കും ദുനിയ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞ രണ്ടർത്ഥാണ്. പിന്നെ ധന എന്നും അദന എന്നും. സാധാരണ ധന എന്ന് പറഞ്ഞാൽ അടുത്തതെന്നർത്ഥം, അദന എന്ന് പറഞ്ഞാൽ താഴ്ന്നതെന്നർത്ഥം. ഈ രണ്ട് അർത്ഥത്തിലാണ് ദുനിയാവ് പ്രയോഗിക്കുക. ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത്. പരലോകം കുറച്ച് വിട്ടാണല്ലോ, ദുനിയ ഇത് കഴിഞ്ഞിട്ടാണല്ലോ പരലോകം. അപ്പൊ ആദ്യത്തേത് എന്ന അർത്ഥത്തിൽ ദുനിയാവ് പ്രയോഗിക്കാറുണ്ട്, ഹയാത്ത് ദുനിയ. രണ്ടാമത്തെ അൽ അദ്ന, അൽ അദ്ന എന്ന് പറഞ്ഞാൽ താഴെ എന്ന് പറഞ്ഞാൽ പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിന്റെ ജീവിതം എന്താണ്? ഒരു ലോ ക്ലാസ് ആണ്. മനസ്സിലായില്ലേ? ഒരു നിസ്സാരമാണ്, അല്ലെങ്കിൽ വളരെ താഴ്ന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അതാണ് ശരിക്കും ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഹയാത്ത് ദുനിയാവിൽ നിന്ന് ഈ മനുഷ്യന്മാരുടെ എല്ലാ ആളുകൾക്കും, ഇണകൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മത്തായിൽ നിന്ന് ആ മത്തായിലേക്ക് നബിയെ നിങ്ങൾ ഒരിക്കലും കണ്ണ് നട്ട് ഇരിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ സഹോദരന്മാർ ശരിക്കും ശ്രദ്ധിക്കുന്നത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ആയിഷമ്മ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു 3 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല?
3 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പിൽ നിന്ന് തീ പുകഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണ്. ഒന്ന് നമുക്ക് അങ്ങനത്തെ പ്രയാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തരാതിരിക്കട്ടെ, പരീക്ഷകൾ അള്ളാഹു കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഇനി അങ്ങനെ വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെ വയനാട് ദുരന്തം പോലെ വല്ല ദുരന്തങ്ങൾ ഉണ്ടായാൽ തന്നെയും നമ്മുടെ പിന്നെ സഹായിക്കാനും മറ്റൊക്കെ എത്ര ആളുകളാണ് എന്ത് ചെയ്യുക, അവിടെ സഹായം ഏറിയിട്ട് നിർത്തിക്കണ്ടെന്നാണല്ലോ. ശരി. എന്നാൽ റസൂലുള്ളാഹി അഷ്റഫുൽ ഹൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ തഫ്സീറിൽ കാണാം, പിന്നെ ഈ ആയത്തിറങ്ങാനുള്ള അവതരണ പശ്ചാത്തലം അതിന്റെ സാഹിത്യം പരിശോധിച്ചിട്ടില്ല. ഇമാം ബഗവിയുടെ തഫ്സീറിൽ കാണാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലൊരു അതിഥി വന്നു. അതിഥി വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ഒരു അടുത്ത ജൂതന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ട് കുറച്ചൊരു ഒരു പിന്നെ ഗോതമ്പ് മാവ് എനിക്ക് കടം തരാൻ പറയും, ഞാൻ ഈ റജബിന്റെ ശവ്വാൽ അഥവാ ഹിലാൽ വന്ന ഈ മാസം അവസാനത്തിൽ എന്ത് ചെയ്യാം, അത് തിരിച്ചു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ജൂതൻ പറഞ്ഞു അത് പറ്റൂല, ഒരു അതെന്ന് പറഞ്ഞ ഒരു പിന്നെ റഹന് വേണം, ഒരു പണയം വേണം, ഇതിന് തിരിച്ചു തരുന്നുള്ളതിന് എന്ത് ചെയ്യണം, ഒരു പണയം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പണയം കൊടുത്ത് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയെ സൽക്കരിച്ചു. അപ്പോഴാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത് എന്ന് ചില തഫ്സീറിൽ കാണാൻ കഴിയും. അള്ളാഹു അലൈഹിന്റെ സ്വഹത്തെ ഞാൻ പരിശോധിച്ചിട്ടില്ല. അപ്പം അത് ഏതായിരുന്നാലും പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം മദീനയിലാണ് ഭരണാധികാരി ആയിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിന് വേണ്ടി എത്തിച്ചിട്ടില്ല, ഒരിക്കലും ജീവിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദുനിയാവ് പാടെ വിസ്മരിക്കണം എന്നല്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ കുലൂമിൻ ത്വയ്യിബാത്തി മാ റസഖനാക്കുന്ന വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നല്ല റിസ്ക് നൽകിയിട്ടുണ്ട്, നല്ല സാമ്പത്തിക ശേഷി നൽകിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ സാമ്പത്തിക ശേഷി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ഭക്ഷിക്കാം. ഒരാൾക്ക് നല്ല സാമ്പത്തിക ശേഷി, ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് രൂപ വരുമാനമുണ്ട്, അയാൾക്ക് സംബന്ധിച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കണേക്ക് ഒരു പ്രയാസമില്ല എങ്കിൽ ആളത് ഭക്ഷിക്കണം എന്ന് ഇബ്നു ഉസൈമീൻ പറഞ്ഞു. അയാളത് ഭക്ഷിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല, പിഷ്കണിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു നല്ല വാഹനം വാങ്ങണം, ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു, ഞാൻ പറഞ്ഞ പലിശയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ പറഞ്ഞ ഒരു നല്ല വാഹനം അല്ലെങ്കിൽ നല്ല വീട് കൊണ്ട് അള്ളാഹു അയാൾക്കതിന് റിസ്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. അതിന് പല ഹിക്മത്തുകളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു കൊടുത്ത നിഅ്മത്ത് അള്ളാഹുവിന്റെ അടിമയിൽ അത് കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാൾക്ക് അള്ളാഹു നിഅ്മത്ത് കൊടുത്തിട്ടുണ്ട് എന്നത് ഇയാളുടെ പ്രകടമാകുമ്പോഴേ മറ്റുള്ള ആൾക്ക് അറിയുള്ളൂ. മനസ്സിലല്ലേ? മറ്റുള്ള ആളുകൾക്ക് അറിയുന്നത് എന്തിനാണ്, അയാളിൽ നിന്നുള്ള സദക്കകളും സക്കാത്തുകളൊക്കെ എന്ത് ചെയ്യണം, ഈ സമുദായത്തിന് കിട്ടണ്ടേ. അയാൾക്ക് സമ്പത്തുണ്ടെന്ന് വേറൊരാൾക്ക് അറിഞ്ഞാലേ അയാൾക്ക് സക്കാത്ത് വയ്ക്കാൻ പറ്റുള്ളൂ, സക്കാത്തിന്റെ അവകാശികൾക്ക് അയാളുമായി ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് വേറെ ഹിക്മത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ പിന്നെ ദുനിയാവ് അമിതമായി കൊണ്ട് റസൂൽ പറഞ്ഞു, നീ ദുനിയാവിനെ ആഗ്രഹിക്കുന്നില്ല, അള്ളാഹുവിനെയാണ് ആഗ്രഹിച്ചെങ്കിൽ ദുനിയാവ് നിന്റെ പിറകെ വരും. പക്ഷെ നീ ദുനിയാവിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ദുനിയാവ് പൂർത്തീകരിക്കാൻ നിനക്ക് എന്ത് ചെയ്യൂല, സാധിക്കൂല. ദുനിയാവ് മുഴുവൻ ആഗ്രഹിച്ചിട്ട് ദുനിയാവ് പൂർണ്ണമായി കിട്ടിയ ദുനിയാവിൽ ഒരു മനുഷ്യനുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ദുനിയാവ് ആഗ്രഹിച്ചിട്ട് ദുനിയാവ് മുഴുവൻ കിട്ടിയൊരു മനുഷ്യനുണ്ടോ ദുനിയാവിൽ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് വിശ്വാസികളായ ആളുകളുടെയും വിശ്വാസികളല്ലാത്തവരുടെയും പ്രാർത്ഥന ഖുർആൻ പറയുന്നില്ലേ, വിശ്വാസികളല്ലാത്ത ആളുകൾ എന്താ പ്രാർത്ഥിക്കുക, റബ്ബന ആതിന ഫിദ്ദുനിയാ, അത്രേ ഉള്ളൂ, വമാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്. വിശ്വാസികൾ എന്താ പ്രാർത്ഥിക്കുക, റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനതൻ. ഉണ്ടോ? മറ്റുള്ള ആളുകൾ അതുകൂടി പ്രാർത്ഥിക്കൂല, റബ്ബന ആതിന ഫിദ്ദുനിയാ ഖലാസ്. പ്രാർത്ഥനയിൽ പോലും വ്യത്യാസമുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയാ എന്ന് പറഞ്ഞു നിർത്തോടെ. വിശ്വാസികൾ റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതാണ് ശരിക്കും അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് കൊടുത്തിട്ടുള്ളത്? ലിനഫ്തിനഹും ഫീഹി, നാം അവർക്കതൊരു ഫിത്നയാകാൻ വേണ്ടി തന്നെയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം നടത്തേണ്ടത്. ഫിത്ന ലിനഫ്തിനഹും ഫീഹി,
നാം അവരെ അതിൽ പരീക്ഷിക്കുകയാണ്. എന്താണോ കൊടുത്തത് അതുകൊണ്ട് അള്ള പരീക്ഷിക്കാൻ. സമ്പത്തായിരിക്കും, ചിലപ്പം അധികാരമായിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും സംഗതികളായിരിക്കും. എന്ത് കൊടുത്താലും അതെല്ലാം വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതവർക്ക് പരീക്ഷണമാണ്. എന്താ പരീക്ഷണം? ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. അതായത് ഒരു സത്യനിഷേധിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവന് ഭക്ഷിക്കുന്നതെല്ലാം അനധികൃതമാണ് ആണല്ലോ. കാരണം പിന്നെ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുന്ന, അവന് ആരാധനകൾ അർപ്പിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റിസ്കിന് എന്തുള്ളൂടെ അവകാശമുള്ളൂ. അപ്പൊ എത്രത്തോളം അവൻ അത് അനധികൃതമായി ഭക്ഷിക്കുന്നോ അത്രത്തോളം അവിടെ കിട്ടും. അതല്ല നെഫ്തിനഹും ഫീ എന്ന് പറഞ്ഞത്, നാം അവരെ ഫിത്തിനൽ അകപ്പെടുത്താനാണ്. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ബേജാറാകണ്ട, അത് ഓൽക്കുള്ള അദാബാണ്. മനസ്സിലായില്ലേ? ഖാറൂന് അള്ള കൊടുക്കുന്ന സമ്പത്ത് എന്താണ്? അവന് അദാബാകാനാണ്. അവന് കൂടുതൽ അദാബ് കിട്ടാൻ വേണ്ടി കൂടുതൽ സമ്പത്ത് കൊടുക്കുകയാണ്. നമ്മൾക്ക് സമ്പത്ത് തരാതിരുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ എന്നാൽ പഠിച്ചു വെക്കാത്തതാണ്. നെഫ്തിനഹും ഫീ എന്ന് പറഞ്ഞത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ യഥാർത്ഥത്തിൽ അവന് മാത്രമേ ദുനിയാവിൽ ഒരു ശരിക്ക് പച്ചമുള്ളവൻ കുറിക്കാൻ പോലുള്ള അള്ളാഹുവിന്റെ ഭൂമിയിൽ അവകാശം. പക്ഷെ മറ്റുള്ള കുടിക്കുന്നുണ്ട്, അള്ള കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുമ്പോ അതിന് പരലോകത്ത് എന്ത് ചെയ്യും? ഒരു മുറുക്കുവെള്ളം കുടിച്ചാൽ അതിന് ശിക്ഷ എന്ത് ചെയ്യും? അവിടെ കൂടുന്നുണ്ട്. അതാണ് നെഫ്തിനഹും ഫീ എന്ന് പറഞ്ഞത്. വിശ്വാസികളാണെങ്കിൽ അത് നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കതിന് അർഹമായ പ്രതിഫലവും കൊടുക്കും. അപ്പൊ ശരിക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന വിഭവങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വഞ്ചിതരാകാൻ പാടുള്ളതല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതല്ലല്ലോ അത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ അള്ളാഹ് പറഞ്ഞാണ്. സത്യനിഷേധികൾ അള്ളാഹ്ക്ക് എന്തില്ല? ഇഷ്ടമുണ്ടോ? ഇബ്ലീസിന് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? പക്ഷെ ഇബ്ലീസിന് അള്ളാഹ് കൊടുത്തില്ലേ? ഖാറൂന് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടം കൊടുത്തില്ലേ? അത് ഇഷ്ടപ്പെട്ട് കൊടുക്കണമല്ല, അത് പരീക്ഷണത്തിന് വേണ്ടി കൊടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞത്. മറ്റതിന് എന്താ പറയാറ്? ഇസ്തിദ്റാജ് എന്നാ പറയാ. എന്താ പറയാ? ഇസ്തിദ്റാജ് എന്ന് പറയാം. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അതായത് ഘട്ടം ഘട്ടമായി പിടികൂടുക എന്നർത്ഥം. ദർജയായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പറയില്ലേ പിന്നെ നക്കിക്കൊല്ല അറിയാം നമ്മള്. നെക്കിക്കൊല്ല ഒറ്റടുക്ക് നെക്കിക്കൊല്ലോ. നക്കിക്കൊല്ല പറഞ്ഞാൽ എന്താ? മെല്ലെ 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 ഇങ്ങനെ കൊല്ല. അത് ശരിക്കും ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വരെ മെല്ലെ 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 എന്ത് ചെയ്യാണ്? പിടികൂടുക. മനസ്സിലായില്ലേ? അത് നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യുക? ഓനത്ര കിട്ടി, ഇവനത്ര കിട്ടി, ഞമ്മക്കൊന്നും കിട്ടിയില്ല. അത് കിട്ടിയ പരലോകത്തോന് അപ്പുറത്ത് അള്ളാഹു ഏറെ കൊടുക്കാനാണല്ലോ ദുനിയാവിലൂടെ കൂടുതൽ കൊടുക്കുന്നത്. അത് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെയും പിടിച്ചിട്ട് അള്ളാഹു ഉണർത്താണ്. എന്നിട്ട് വിശ്വാസികൾ അള്ളാഹു പറയും, വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, നിന്റെ റബ്ബിന്റെ റിസ്ഖാണ് ഖൈറുൻ വഅബ്ഖാ. അതാണ് വിശ്വാസികൾ അവിടെ ഓരോട് പറഞ്ഞത്. ഖാറൂന്റെ സമ്പത്ത് കണ്ടപ്പോൾ വിശ്വാസികളെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റിസ്ഖാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളതും എന്നെന്നും ബാക്കി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ റിസ്ക്കാണ് ദുനിയാവിലെ ഏത് റിസ്കിനേക്കാളൊക്കെ ബാക്കി. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് അവിടുന്ന് ഇപ്പൊ 5 ലക്ഷം ഉറുപ്പിന്റെ പൈസ കിട്ടിയല്ലോ, അവിടെ പിന്നെ ചളി വരണ്ട് കണ്ട് കിട്ടിയില്ലേ? അപ്പൊ എന്തൊക്കെ പ്രതീക്ഷയിലായിരിക്കും ആളുകൾ ആ പൈസ എടുത്തിട്ടുണ്ട്. 50 പവൻ കിട്ടി അവിടുന്ന്. മനസ്സിലല്ലേ? ആ പൈസക്ക് എന്തൊക്കെ പ്രതീക്ഷയിലാണ് ദുനിയാവിലെ ആളുകൾ 5 ലക്ഷം ഉറുപ്പിക്ക് എന്തൊക്കെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോ ആ പ്രതീക്ഷകളൊന്നുമില്ല, പ്രതീക്ഷിച്ച ആളുമില്ല. പക്ഷെ പൈസ മാത്രം ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ പൈസ ആർക്കാ പോവാന്നുള്ള അള്ളാഹുവാലോ. മനസ്സിലായില്ലേ? ഞാൻ 5 ലക്ഷം തന്നെയാണ് കിട്ടിയത്, അതും അള്ളാഹുവാലോ. മനസ്സിലായില്ലേ? ഏറെ കിട്ടിക്കണമെന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ പറയുമ്പോ ദുനിയാവിലെ റിസ്ക് ഇത്ര ഉള്ളൂ. ദുനിയാവിലെ മനുഷ്യന്റെ ഇന്നിപ്പോ എന്റെ കീശയിലുള്ള 100 ഉറുപ്പ്യ അല്ല 500 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഈ 500 ഉറുപ്പ്യ ഞാൻ എന്റെ ആവശ്യത്തിന്റെ കൈ കൊണ്ട് എടുക്കുന്നു, എനിക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇത്ര ഉള്ളൂ മനുഷ്യന്റെ ദുനിയാവിലെ റിസ്ക് ഇത്ര ഉള്ളൂ.
പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം റിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. ഇതാണ് വിശ്വാസികളായ ആളുകൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നൽകുന്ന ഉപദേശമാണ്. ഇത് വിശ്വാസികളായ ആളുകളുടെ മൊത്തത്തിൽ അള്ളാഹുവിന്റെ ഉപദേശമാണ്. അപ്പൊ നിസ്കാരത്തെ സംബന്ധിച്ചും പിന്നെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും ശ്രദ്ധ വേണം. എങ്കിൽ ശരിക്ക് പിന്നെ മനസ്സമാധാനത്തോടുകൂടി ദുനിയാവിൽ എന്ത് ചെയ്യുക, ജീവിക്കുക. ശരിക്കതാണ് ദുനിയാവ് നമുക്ക് കിട്ടിയത്. പിന്നെ അള്ളാഹ് നമുക്ക് എഴുതിയൊക്കെ എന്ത് ചെയ്യും, അള്ളാഹു നമുക്ക് എഴുതി വെച്ചതെല്ലാം ദുനിയാവ് നമ്മൾ ആസ്വദിക്കാതെ എന്ത് ചെയ്യൂല, നമ്മൾ പോവില്ല. അള്ളാഹ് നമുക്ക് എഴുതാത്തത് നമ്മൾ എത്ര അധ്വാനിച്ചാലും കിട്ടൂല. പിന്നെ ഇപ്പൊ എന്തിനാണ് നമ്മളൊരു മുറുക്ക് വെള്ളം ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ അത് അള്ളാഹ് എഴുതി വെച്ചത് നമ്മൾ ഇറക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങൂല. നമ്മൾ ഇനി എത്ര കുത്തി ഇറക്കിയിട്ടും ഇറങ്ങൂല. അത് ഇറങ്ങാൻ വിചാരിച്ചത് ഇറക്കുള്ളൂ. അപ്പൊ നമുക്കെല്ലാം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ സമ്പത്തും നമ്മുടെ വരുമാനവും എല്ലാം അള്ളാഹ് കണക്കാക്കിയതാണ്. നമ്മൾ വർധനവിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. അള്ളാഹ് കണക്കാക്കിയത് നമുക്ക് കിട്ടും. കണക്കാക്കിയത് കിട്ടാതെ ഒരു ശ്വാസമോ റിസ്കോ പൂർത്തിയാകാതെ എന്ത് ചെയ്യൂല, ദുനിയാവുന്ന ഒരു മനുഷ്യനും മരിക്കില്ല. അപ്പൊ അത് നമ്മൾ ശരിക്ക് വിശ്വാസികളെ സമാധാനപ്പെടുത്തുന്ന ഒരു ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. ഇസ്തിദ്റാജ് ദറജയായിട്ട് പിടികൂടാം. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ എന്ന് പറഞ്ഞില്ലേ, അതാണ്. അവരറിയാതെ നാം അവരെ മെല്ലെ മെല്ലെ പിടികൂടി. നമ്മൾ സാധാരണ ഉദാഹരണം പറയുന്നത് ചൂണ്ടലിടുമ്പം ചൂണ്ടിൽ നമ്മൾ കൊക്കമ്പൽ എന്ത് ചെയ്യും, എര കൊളുത്തൂലേ. എര എന്ന് പറഞ്ഞാൽ അതിന്റെ ഭക്ഷണമാണ്. അപ്പൊ അതിന് തിന്നാൻ കൊടുക്കാനാണോ നമ്മൾ ഈ എര കൊളുത്തുന്നത്? അത് മീൻ ഇങ്ങനെ വിശന്ന് പിന്നെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തിന്നാൻ കൊടുക്കട്ടെ വെച്ചിട്ട് ഈ എര കൊടുക്കണത്. എര എന്തിനാ കൊടുക്കണേ? അതന്നെ ശരിക്ക് ദുനിയാവില് അള്ളാഹ് അവർക്ക് കൊടുക്കുന്ന വെച്ചാൽ ഈ എരയാണ്. അപ്പൊ എരമോന് കൊത്തും, പെട്ടെന്ന് അവന് വലിക്കൂല, പിന്നെ കുറച്ചുകൂടി അങ്ങനെ ഇട്ട് കൊടുക്കും, കുറച്ചുകൂടി തിന്നോട്ടെ. അപ്പൊ ആ തിന്നാണിപ്പോ നമ്മള് ഓൻ എത്രങ്ങാനും റിസ്ക് ഇട്ടിട്ട് നമ്മള് ബേജാറാണ്ട. തിന്ന അള്ളാഹ് പിന്നെ എന്ത് ചെയ്യും, ഒറ്റപ്പെടുത്തിയേക്കാരം. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പിന്നെ മുസീബത്തിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മുടെ പല സഹോദരന്മാരും സുഖമില്ല. നമ്മുടെ ഖാദർക്കയും അതുപോലെ അദ്ദേഹത്തിന് മകളെ അവസ്ഥ നമുക്കറിയാം. അള്ളാഹു അവർക്ക് എത്രയും നല്ല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എവിടെ ചങ്ങനകുളത്തുള്ള സഹോദരൻ, അദ്ദേഹത്തെ സുഖമില്ല, സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പല പ്രവർത്തകന്മാർക്കും സ്ട്രോക്ക് ഇപ്പോൾ ഒരു വ്യാപകമായ അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച നമുക്കറിയാം തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട മുഖാമുഖമാണ് മങ്കടയിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ കവിൻ്റെ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ, നമുക്ക് ആകെ 2 പ്രവർത്തകന്മാരവിടെ ഉള്ളൂ. പിന്നെ അവിടെ സംഗതി മുജാഹിദുകൾ ഉള്ള ഏരിയയാണ്. പക്ഷെ എന്താ വെച്ചാൽ പണ്ടുകാലം ഫതാലഹിമുൽ അമദ് എന്ന് പറഞ്ഞ പണ്ടുകാലം മുതൽക്കുള്ള പിന്നെ മുജാഹിദാണ്. അപ്പൊ അവിടുത്തെ കുറെ, അതായത് ഒരു പ്രവർത്തനവും കാലങ്ങളായി നടക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നൊരു ദോഷം കൊണ്ട് ജനങ്ങൾക്കൊരു ആത്മീയത കിട്ടാത്തതുകൊണ്ട് കുറെ ആളുകൾ തബ്ലീഗിലേക്ക് പോയിട്ടുണ്ട്. മുജാഹിദുകൾ 2 പള്ളികൾ തബ്ലീഗ് അവിടെ വന്നിട്ടുണ്ട്. ആരെയും പോണൊക്കെ മുജാഹിദുകളല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കൊണ്ട് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളാൾക്ക് ഈ തബ്ലീഗ് വിഷയം എന്താ ശരിക്കും അറിയില്ല. അവർ ശരിക്കും സമസ്തക്കാരെ പോലെ തന്നെ ഖുറാഫാത്തും ബിദഅത്തും കൊണ്ട് നടക്കുന്നവരാണെന്നുള്ള വിവരം നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള മുഖാമുഖം ഉണ്ട്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവില്ല. ഇനി ക്ലാസ് വേറെ ആരെങ്കിലും നടക്കണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ അതിന്റെ പിറ്റത്തെ ആഴ്ച നടത്താം ഇൻഷാ അല്ലാഹ്.